പരിശുദ്ധ കന്യകാമറിയവും യൗസേപ്പിതാവും കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വണങ്ങുന്ന വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. സെബസ്ത്യാനോസ് വളരെ സമ്പന്നമായ ഒരു റോമൻ കുടുംബത്തിലെ അംഗമായിരുന്നു. മിലാനിലായിരുന്നു വിദ്യാഭ്യാസം. പഠനം പൂർത്തിയാക്കി റോമൻ സൈന്യത്തിൽ ചേർന്നു. ചക്രവർത്തിയുടെ പ്രിയപ്പെട്ട സൈനികരിൽ ഒരാളായി മാറാൻ സെബസ്ത്യാനോസിന് കഴിഞ്ഞു. ക്രൈസ്തവ പീഡനകാലം തുടങ്ങിയതോടെയാണ് സെബസ്ത്യാനോസ് ചക്രവർത്തിയുമായി അകന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ തടവിലാക്കപ്പെട്ടവരെ സെബസ്ത്യാനോസ് സന്ദർശിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. രോഗികളെ സന്ദർശിക്കുവാനും ദരിദ്രരെ സാമ്പത്തികമായി സഹായിക്കുവാനും അദ്ദേഹം എപ്പോഴും ശ്രമിച്ചു. അങ്ങനെയിരിക്കെ മാർക്കസ് എന്നും മർസിലിനസ് എന്നും പേരുള്ള 2 ക്രൈസ്തവ യുവാക്കൾ തടവിലാക്കപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ യേശുവിനെ തള്ളിപ്പറയാനും അതുവഴി തടവറയിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനും അവർ സമ്മതിച്ചു. എന്നാൽ ഇതറിഞ്ഞ സെബസ്ത്യാനോസ് തടവറയിലെത്തി അവരെ ഉപദേശിച്ചു. യേശുവിനെ തള്ളിപ്പറയുന്നതിനെപ്പറ്റി ചിന്തിച്ചു പോയതിൽ അവർ പശ്ചാത്തപിച്ചു. തടവറയിൽ കാവൽ നിന്നിരുന്ന മറ്റൊരു സൈനികന്റെ ഭാര്യ ഊമയായിരുന്നു. സെബസ്ത്യാനോസ് ഈ സ്ത്രീയെ വിളിച്ച് അവളുടെ നെറ്റിയിൽ കുരിശു വരച്ചു. ഇതോടെ അവൾക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. ഈ അത്ഭുതത്തിന് സാക്ഷിയായ 20ഓളം സൈനികരും റോമൻ ഗവർണറും അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിച്ച് ക്രൈസ്തവ മതം സ്വീകരിച്ചു. ക്രൈസ്തവ വിരോധികളായ ചിലർ സെബസ്ത്യാനോസിന്റെ അത്ഭുത പ്രവർത്തികൾ ചക്രവർത്തിയുടെ മുന്നിലെത്തിച്ചു. ക്രൈസ്തവനാവുക എന്നത് മരണമുറപ്പാകുന്ന ശിക്ഷയായിരുന്നു അന്ന്. ചക്രവർത്തി സെബസ്ത്യാനോസിനോട് ജുപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ കൽപ്പിച്ചു. ക്രിസ്തുമതം ഉപേക്ഷിച്ചാൽ പല പദവികൾ നൽകാമെന്നും ധാരാളം പണം സമ്പാദിക്കാമെന്നും പ്രലോഭനങ്ങളുണ്ടായി. സെബസ്ത്യാനോസ് വഴങ്ങിയില്ല. ഒടുവിൽ ചക്രവർത്തി മരണശിക്ഷ വിധിച്ചു. സെബസ്ത്യാനോസിനെ ഒരു മരത്തിൽ ബന്ധിച്ച ശേഷം പടയാളികൾ അദ്ദേഹത്തിന്റെ നേരെ അമ്പുകളയച്ചു. അക്ഷമനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹം ശരങ്ങളേറ്റുവാങ്ങി. ഒടുവിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അടഞ്ഞു. സെബസ്ത്യാനോസ് മരിച്ചുവെന്ന് കരുതി സൈനികർ സ്ഥലം വിട്ടു. ക്രൈസ്തവ വിശ്വാസിയായ ഒരു സ്ത്രീ രഹസ്യമായി അദ്ദേഹത്തിന്റെ മൃതദേഹമെടുത്ത് അടക്കം ചെയ്യാനായി വന്നു. വിശുദ്ധൻ മരിച്ചിട്ടില്ലെന്ന് കണ്ടെത്തി അവർ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എന്നാൽ ഈ സംഭവം ഉടൻ തന്നെ ചക്രവർത്തിയുടെ ചെവിയിലെത്തി. അദ്ദേഹം ഇരുമ്പുവടി കൊണ്ട് അടിച്ച് വിശുദ്ധനെ കൊല്ലാൻ ഉത്തരവിട്ടു. അപ്രകാരം വലിയ ഇരുമ്പുലക്ക കൊണ്ടുള്ള അടിയേറ്റ് ആ വിശുദ്ധൻ മരണമേറ്റുവാങ്ങി. സെബസ്ത്യാനോസിന്റെ ജീവിതം നാം എപ്പോഴും ഓർക്കുന്നു. നിർഭയമായ വിശ്വാസം, അർപ്പിതമായ സേവനം. ഇന്നും ആയിരങ്ങൾ അദ്ദേഹത്തിലൂടെ ആശ്വാസം കണ്ടെത്തുന്നു. വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.